പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 റിസൾട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ലാപ്ലാസ് ഓഫ് ടി റേസ് ടു എൻ അല്ലേ? എന്താണ് ലാപ്ലാസ് ഓഫ് ടി റേസ് ടു എൻ? എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് പവർ എൻ പ്ലസ് 1. നെക്സ്റ്റ് രണ്ടാമത്തെ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി അല്ലേ? 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ. ഇനി ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി അല്ലേ? ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ. പിന്നീട് ലാപ്ലാസ് ഓഫ് നെക്സ്റ്റ് cos HAT. Then cos HAT, that's equal to cos ആണെങ്കിൽ S divided by A square minus A square. ഇനി Laplace of sin HAT അല്ലേ? That is എന്താ A divided by A square minus A square. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു പേപ്പറിൽ ഇത്രയും റിസൾട്ട് എഴുതിയെടുക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് 2 റിസൾട്ട് പറഞ്ഞു തരാം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫോറിയർ സീരീസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇന്റഗ്രൽ ഇ റേസ് ടു എ ടി അല്ലെങ്കിൽ എ എക്സ് സൈൻ ബി എക്സ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഓക്കെ, നമ്മൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റിസൾട്ട് ഞാൻ എഴുതി തരാണ്. ഇതിൻ്റെ റിസൾട്ട് ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് എ sin bx, a sin bx minus b cos bx. ഫസ്റ്റ് റിസൾട്ട്. ഇതേപോലെ സെക്കൻഡ് റിസൾട്ട് ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇത് പഠിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ്, ഇ റേസ് ടു എ എക്സ് കോസ് ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ്. ഇവിടെ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ്. രണ്ട് ഡെഫിനിഷനും ഫസ്റ്റ് ടേം പുറത്തുള്ളത് ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെയും എന്താണ് ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടേം നിങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ മതി, എ സൈൻ ബി എക്സ് അല്ലേ? എ സൈൻ ബി എക്സ്. ഇവിടുത്തെ ഫസ്റ്റ് ടേമോ എ കോസ് ബി എക്സ്, എ സൈൻ ബി എക്സ്, എ കോസ് ബി എക്സ്. സൈൻ ആണെങ്കിൽ മൈനസ് എഴുതണം, കോസ് ആണെങ്കിൽ പ്ലസ് എഴുതണം. ബാക്കി എന്താണ് ബി സൈൻ ബി എക്സ്, ഇവിടെ എ സൈൻ ബി എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഇവിടെ ബി കോസ് ബി എക്സ്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ എ കോസ് ബി എക്സ് ആണെങ്കിൽ ബി സൈൻ ബി എക്സ്. അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നീട് സിമ്പിൾ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഓക്കെ, ഇവിടെ ഇ റേസ് ടു എ എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ കോസ് ബി എക്സ് പ്ലസ് ബി കോസ് ബി സൈൻ ബി എക്സ്. ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ സൈൻ, ഇവിടെ സൈൻ ആണെങ്കിൽ ഇവിടെ കോസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈൻ എക്സിന്റെ അല്ലെങ്കിൽ സൈൻ എ എക്സിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ലാപ്ലാസ് ഓഫ് സൈൻ എ എക്സ്. എന്താണ് ലാപ്ലാസ് ഓഫ് സൈൻ എ എക്സ്? ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ എക്സ് അല്ലെങ്കിൽ എ ടി അല്ലേ? ടി നമ്മൾ ടിയുടെ ഫംഗ്ഷനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സൈൻ എ ടി ഇൻറ്റു ഡി ടി അല്ലേ? 0 to ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഇതിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താണ്? ഞാൻ ഇവിടെ ഒന്നും കൂടി എഴുതാം. ഇ റേസ് ടു മൈനസ് എസ് ടി സൈൻ എ ടി. ഇതിന്റെ ഇന്റഗ്രൽ എന്താ നമ്മൾ പഠിച്ചേ? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ എ ടി സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ ടി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, ഇതെന്താണോ അതിന്റെ താഴെ എ സ്ക്വയർ ടി സ്ക്വയർ. നെക്സ്റ്റ് ഇവിടുന്ന് എഴുതാം, ദാറ്റ് ഈസ് മൈനസ് അല്ലേ? ബിയുടെ സ്ഥാനത്ത് എന്താണ് ഇവിടെ? ബിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ എയുടെ സ്ഥാനത്ത് മൈനസ് എസ് ആണ്. അപ്പൊ മൈനസ് എസ് ഇൻറ്റു സൈൻ എ ടി, സൈൻ ആണെങ്കിൽ നെഗറ്റീവ്, മൈനസ് എ കോസ് നെക്സ്റ്റ് എ ടി മൈനസ് എ കോസ് എ ടി. ഓക്കെ, therefore ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ e raised to minus st divided by
ഓക്കെ, ഇവിടെ ടി സ്ക്വയർ അല്ല, ഇവിടെ എന്താണ് എസ് സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ, ടി സ്ക്വയർ അല്ല, എസ് സ്ക്വയർ. എസ് സ്ക്വയർ ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. നെക്സ്റ്റ് എന്തുണ്ട്? മൈനസ് നെക്സ്റ്റ് എസ് ഇൻറ്റു സൈൻ എ ടി. നെക്സ്റ്റ് മൈനസ് എ ഇൻറ്റു കോസ് എ ടി. എ ഇൻറ്റു കോസ് എ ടി അല്ലേ? ഇത്രയും എഴുതിയിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റും ഇവിടെ കൊടുക്കണം അല്ലേ? അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റും കൊടുക്കണം. ഇനി അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് ഈ ടേമിന് ഇവിടെ ഫുൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കണം അല്ലേ? തൊട്ട് വന്നത് പോലെ ഇത് 0 വരും. ഇത് 0 ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് 0 വരും. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി അല്ലേ? ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇതിന് അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 വരും. 0 മൈനസ് നെക്സ്റ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? ടിക്ക് 0 കൊടുക്കും അല്ലേ? ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇ പവർ 0 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 വരും. ഈ ടേം എന്ത് വരും? മൈനസ് എ ഡിവൈഡ് ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് മൈനസ് പ്ലസ് വരും. ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. വളരെ സിമ്പിളാണ്. ഈ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇതാണ് സൈൻ എ ടിയുടെ. ഇനി കോസ് എ ടി ആണെങ്കിലോ? ലാപ്ലാസ് ഓഫ് കോസ് എ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെഫിനിഷൻ എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി കോസ് എ ടി ഡി ടി അല്ലേ? ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ടി സ്ക്വയർ അല്ലേ? ടി സ്ക്വയർ അല്ല, സോറി, എ സ്ക്വയർ, എപ്പോഴും തെറ്റാണ്. എ സ്ക്വയർ നെക്സ്റ്റ് ഇൻറ്റു നെക്സ്റ്റ് എന്ത് വരും? മൈനസ് എസ് കോസ് ടി മൈനസ് എസ് കോസ് എ ടി നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് എ സൈൻ എ ടി. അപ്പർ ലിമിറ്റ് ലോ ലിമിറ്റ് കൊടുക്കാം. 0 ടു ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് ഈ ഡിവൈഡഡ് ബൈ പുറത്തേക്ക് എടുക്കാം അല്ലേ? 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ തൊട്ട് മുന്നത്തെ പോലെ 0 വരും അല്ലേ? 0 മൈനസ് ലോ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ടേക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും. നെക്സ്റ്റ് ഈ ഒരു ടേം 1 വരും. ബാക്കി ഇവിടെ എന്തുണ്ട്? ദാറ്റ് ഈസ് ഇവിടെ മൈനസ് എസ് വരും അല്ലേ? ദാറ്റ് ഈസ് upper limit minus lower limit, that is minus s. Okay, that is this equal to s divided by a square plus a square. Okay, വളരെ സിമ്പിൾ രണ്ട് റിസൾട്ട്. ഞാൻ ഒന്നുകൂടി ജനറലൈസ് ചെയ്യാം. ലാപ്ലാസ് ഓഫ് കോസ് എ ടി, ലാപ്ലാസ് ഓഫ് കോസ് എ ടി അല്ലേ? തൊട്ടുമ്പോൾ നമ്മൾ ലാപ്ലാസ് ഓഫ് കോസ് എ ടി, കോസ് എ ടി വരികയാണെങ്കിൽ എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, ലാപ്ലാസ് ഓഫ് സൈൻ എ ടി വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാപ്ലാസ് ഓഫ് കോസ് എച്ച് എ ടി നോക്കി അല്ലേ? എന്താണ് കോസ് എച്ച് എ ടി? ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെ മൈനസ് വരും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എസ് ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് നെക്സ്റ്റ് ലാപ്ലാസ് ഓഫ് സൈൻ എച്ച് എ ടി എന്തായിരുന്നു? ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എ ഡിവൈഡ് ബൈ താഴെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ലാപ്ലാസ് ഓഫ് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, find the Laplace transform of f of t equal to sin t cos t അല്ലേ? sin t cos t. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sin 2t എന്താണ്? sin 2t പറഞ്ഞാൽ 2 sin t cos t ആണ്. 2 sin t cos t ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 sin t cos t ആയി. ഈ 2 പോകാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് എന്തായി? 1/2 sin 2t ആയി അല്ലേ? അപ്പോൾ ലാപ്ലാസ് ഓഫ്
സൈൻ ടി കോസ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന റിസൾട്ട് ലാപ്ലാസ് ഓഫ് 1/2 ഇൻറ്റു സൈൻ 2t ചെയ്താൽ മതി അല്ലേ. ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ലാപ്ലാസ് ഓഫ് സൈൻ 2t. ഓക്കെ, സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം അല്ലേ. സൈൻ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് സൈൻ എ ടിയുടെ? എ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ എന്താണ്? എ ഈക്വൽ ടു 2 ആണ്. therefore 1 divided by 2. നെക്സ്റ്റ് 2 divided by a square plus a square. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. 1, that is 1 divided by a square plus a square. ഇതാണ് സൈൻ 2tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് അടുത്തത് ലാപ്ലാസ് ഓഫ് സൈൻ സ്ക്വയർ ടി. ലാപ്ലാസ് ഓഫ് സൈൻ സ്ക്വയർ ടി എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ സൈൻ നമുക്കറിയുന്ന വളരെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 3-4 ട്രിഗണോമെട്രി റിസൾട്ട് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. കോസ് 2t എന്താണ്? കോസ് 2t ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ടി മൈനസ് 1 ഒരു റിസൾട്ട്. രണ്ടാമത്തെ കോസ് 2t ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ സ്ക്വയർ ടി എടുത്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 2t എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 മൈനസ് കോസ് 2t ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഇതിനെ പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് നെക്സ്റ്റ് 1 മൈനസ് കോസ് 2t ഡിവൈഡ് ബൈ 2. ഈ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ. 1/2 ഇൻറ്റു ബാക്കി എന്തുണ്ട്? ലാപ്ലാസ് ഓഫ് 1 മൈനസ് ലാപ്ലാസ് ഓഫ് കോസ് 2t. എന്നാൽ ലാപ്ലാസ് ഓഫ് 1 നമുക്കറിയാം, 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1/2 ഇൻറ്റു എന്താണ്? 1 ഡിവൈഡ് ബൈ എസ് അല്ലേ. കോസ് 2tയുടെ നമുക്കറിയാം അല്ലേ. മൈനസ് കോസ് 2tയുടെ എന്താണ്? ദാറ്റ് ഈസ് എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് 4 അല്ലേ. വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ. അതുപോലെ 2ലും ഇതിലെ 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി 2 ഉണ്ട് അല്ലേ. therefore നമുക്ക് എന്ത് എഴുതാം? 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. ഇങ്ങനെ ഏത് ഫംഗ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ലാപ്ലാസ് ഓഫ് കോസ് സ്ക്വയർ ടി നിങ്ങൾ ചെയ്ത് നോക്കുക അല്ലേ. കാരണം നമുക്കറിയാം കോസ് സ്ക്വയർ ടി നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് ഡെഫിനിഷനിൽ നിന്ന് കോസ് സ്ക്വയർ ടി കണ്ടെത്താൻ പറ്റും അല്ലേ. ഇതിനെ ഇങ്ങോട്ട് എടുക്കുക, 2നെ ഇങ്ങോട്ട് എടുക്കുക. ദാറ്റ് ഈസ് എന്താണ്? കോസ് സ്ക്വയർ ടി. കോസ് സ്ക്വയർ ടി ഈക്വൽ ടു 1 പ്ലസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ ടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അല്ലേ. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്? നിങ്ങൾക്ക് എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾക്ക് അറിയാം. എഫ് ഓഫ് എസ് ആണ് എന്ന് വിചാരിക്കാം. എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് ഞാൻ പറയാൻ പോണത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. എന്തിനാണ് ഈ തിയറം പഠിക്കുന്നത്? ഈ തിയറം പഠിക്കുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് ടി ഇൻറ്റു ഇതിൻ്റെ കൂടെ ഇ റേസ് ടു എ ടി ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയുന്ന ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ഈക്വൽ ടു ടി. ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ടി എന്താ? ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ആണ് അല്ലേ. 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ ടി എന്ന ഫംഗ്ഷന്റെ കൂടെ ഇ റേസ് ടു എ ടി ഇൻറ്റു ചെയ്യാൻ പോവാം. അപ്പോൾ ടി ഇൻറ്റു ഇ റേസ് ടു 2t അല്ലേ. ടിയുടെ കൂടെ ഇ റേസ് ടു ഒരു എ ടി ഇൻറ്റു ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ടിയുടെ അറിയാമെങ്കിൽ ടിയുടെ എഫ് ഓഫ് എസ് ആണെങ്കിൽ ആ എസ് കിടക്കണ അവിടേക്ക് എന്ത് ചെയ്യുക? എസ് മൈനസ് എ കൊടുത്താൽ മതി. അത് എ എന്താണ്? എ ഇതാ അല്ലേ. അപ്പോൾ ടി എവിടെയൊക്കെ കിടക്കുന്നുണ്ടോ അതിൻ്റെ അവിടെയെല്ലാം എന്ത് ചെയ്യുക?
ടി മൈനസ് എസ് മൈനസ് സോറി എഫ് ഓഫ് എസ് ആണ് ഇത് അല്ലേ. അപ്പോൾ ടി ഇ റേസ് ടു 2t കണ്ടുപിടിക്കണമെങ്കിൽ ലാപ്ലാസ് ഓഫ് ടി ഇ റേസ് ടു 2t കണ്ടുപിടിക്കണമെങ്കിൽ ഈ പവർ 2t കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ എഫ് ഓഫ് എസിൽ എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്താ എസ് മൈനസ് കൊടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും, എസ് എന്താണ്, എസ് 1/s² ആണ് അല്ലേ. ആ എസിൻ്റെ അവിടെ എസ് മൈനസ് 2 കൊടുക്കണം, എസ് മൈനസ് 2. ഇതാണ് ആൻസർ. ഇപ്പൊ ടിയുടെ 1/s² ആണെങ്കിൽ അതിന്റെ കൂടെ ഇ റേസ് ടു 2t, അതാണ് ഇവിടെ എഫ് ഓഫ് ടി ഇ റേസ് ടു at, അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും, എഫ് ഓഫ് എസ് മൈനസ് എ. നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ചെയ്യാം ഇനി, ഒന്നും ഒരു റിസൾട്ടും അറിയാതെ. ഇ റേസ് ടു ടി ഇൻറ്റു ടി ക്യൂബ്, ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ, ടി ക്യൂബിന്റെ നമുക്കറിയാം അല്ലെ. ലാപ്ലാസ് ഓഫ് ടി ക്യൂബ് എന്താ, ലാപ്ലാസ് ഓഫ് ടി ക്യൂബ് പറഞ്ഞാല് 3 ഫാക്ടോറിയൽ s പവർ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ ടി ഗുണിച്ചു കഴിഞ്ഞാൽ ഇ റേസ് ടു ടി ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, എസ് കിടക്കണവിടേക്ക് എന്ത് ചെയ്യുക, എസ് മൈനസ് എ. എന്താണ് ഇവിടെ, എ പറഞ്ഞ 1 ആണ് അല്ലെ, ടിയുടെ കോഫിഷ്യന്റ് ആണ് എ. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി ക്യൂബ് എന്തായിരിക്കും, 3 ഫാക്ടോറിയൽ s മൈനസ് 1 ഓൾ പവർ 4. എസ് കിടക്കണം അവിടേക്ക് എസ് മൈനസ് 1 കൊടുക്കുക അല്ലേ. ഇ റേസ് ടു എ ടി ആണെങ്കിൽ എസ് കിടക്കണം അവിടേക്ക് എസ് മൈനസ് എ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു 2t ആണെങ്കിലോ എസ് കിടക്കണമെങ്കിൽ എസ് മൈനസ് 2 കൊടുക്കാം. അപ്പോൾ ഇ റേസ് ടു ടി ആണെങ്കിലോ എസ് കിടക്കണമെങ്കിൽ എസ് മൈനസ് 1 കൊടുക്കാം. അപ്പോൾ ഓൾ പവർ 4 വരും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇനി എന്താണ് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു 3t സൈൻ ടി. വളരെ സിമ്പിൾ. ലാപ്ലാസ് ഓഫ് സൈൻ ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാപ്ലാസ് ഓഫ് സൈൻ ടി എന്താണ്, ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ, ഇവിടെ എ എന്താണ് 1 ആണ് അല്ലെ, ടിയുടെ കോഫിഷ്യന്റ് ആണ് 1 അല്ലെ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ആണോ പ്ലസ് ആണോ, നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സൈൻ ടി തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു, സൈൻ എ ടി ദാറ്റ് ഈസ് പ്ലസ് ആണ്. എപ്പോഴാണ് മൈനസ് വരിക, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുമ്പോഴാണ്. അപ്പോൾ പ്ലസ് അല്ലേ, that is a square plus next 1 square. കാരണം എന്താ, സൈൻ എ ടിയുടെ നമ്മൾ നോക്കിയത്, സൈൻ എ ടിയുടെ എന്താണ്, ദാറ്റ് ഈസ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ആ എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്, അതുകൊണ്ട് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു 3t ഇൻറ്റു സൈൻ ടി എന്ത് വരും, ഇ റേസ് ടു 3t അഥവാ എസ് കിടക്കണം അവിടെയൊക്കെ എന്ത് എസ് മൈനസ് 3 കൊടുക്കണം. അപ്പോൾ ഇത് വരും 1 ഡിവൈഡ് ബൈ എസ് മൈനസ് 3 ഓൾ സ്ക്വയർ പ്ലസ് 1. എസ് എവിടെ കിടക്കണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യുക, എസ് മൈനസ് 3 കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇ റേസ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് നെക്സ്റ്റ് സൈൻ എച്ച് എ ടി. ഞാൻ എ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അല്ലേ, ദാറ്റ് ഈസ് ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ എച്ച് 3t. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ, ആദ്യം നിങ്ങൾ ഇതിന്റെ സൈൻ എച്ച് 3tയുടെ അറിയണം അല്ലേ. വി നോ ദാറ്റ് ലാപ്ലാസ് ഓഫ് സൈൻ എച്ച് 3t ദിസ് ഈക്വൽ ടു എന്താണ്, സൈൻ എച്ച് 3t തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് അല്ലേ. സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് 9. അപ്പോൾ ഇ റേസ് ടു എ ടിയും കൂടി അതിന്റെ കൂടെ എഴുതി കഴിഞ്ഞാലോ, ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി, ഇവിടെ എ എന്താണ്, എ ഈക്വൽ ടു 1 ആണ്, ദാറ്റ് ഈസ് സൈൻ എച്ച് 3t എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു എസ് കിടക്കണം അവിടേക്ക് എസ് മൈനസ് 1 കൊടുക്കാം. 3 ഡിവൈഡ് ബൈ എസ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 9. ഇതാണ് ആൻസർ. ഇനി ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അല്ലേ, അത് എന്താണ് എന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടി ഞാൻ എഴുതാം. ദാറ്റ് ഈസ് തിയറം. ദാറ്റ് ഈസ് ഫസ്റ്റ്, ഒരു പക്ഷേ എക്സാമിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് ചോദിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്നാണ് സ്റ്റേറ്റ്മെന്റ്. എന്താ നമ്മൾ എഴുതാൻ പോണത്, ഇഫ് നിങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇഫ് Laplace transform of f of t, Laplace transform of f of t equal to f of s, then Laplace of e raised to at into f of t, this equal to capital F of s minus a. ഇത്രയും എഴുതിയാൽ മതി.
ഓക്കെ, ഒന്നുകൂടി ഞാൻ വൃത്തിയിൽ എഴുതാം. ഇഫ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, അഥവാ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദെൻ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ദിസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അഥവാ എസ് ഇവിടെ എസ് എവിടേക്കുണ്ട് അവിടേക്ക് എന്ത് ചെയ്യുക? എസ് മൈനസ് എ. ഈ എ എന്താണ്? ഇ പവർ എ ടിയിലെ ടിയുടെ കോഫിഷ്യന്റ് ആണ് എ. ഓക്കെ, ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ പ്രൂഫ് ഞാൻ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈ പ്രൂഫ്. given that Laplace of f of t equal to f of s, ഇത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് എന്താണ്? ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി, ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity നെക്സ്റ്റ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ആണ് ഡി ടി അല്ലേ? ഇതാണ് ഡെഫിനിഷൻ. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്തായിരിക്കും? ഈ എഫ് ഓഫ് ടി ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് ടി, ഇ റേസ് ടു മൈനസ് എഫ് ഓഫ് ടി ആണെങ്കിലോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to infinity ഇ പവർ മൈനസ് എസ് ടി എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ഇത്രയും എഴുതാം അല്ലേ? ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി നെക്സ്റ്റ് ഡി ടി അല്ലേ? that is this equal to integral 0 to infinity e power minus നമുക്ക് എന്ത് ചെയ്യാം? s minus a t എന്ന് എഴുതാം അല്ലേ? ഇത് രണ്ടും ചേർത്ത് എഴുതാം into f of t dt അല്ലേ? ഇതിന്റെ മീനിങ് എന്താ? that's equal to എപ്പോഴാണ് ഇത് f of s വരിക? ഇതാണ് f of s അല്ലേ? ലാപ്ലാസ് ഓഫ് f of t f of s തന്നിട്ടുണ്ട്. ഈ s എന്താണ്? ടിയുടെ കോഫിഷ്യന്റ് ആണ് s അല്ലേ? ടിയുടെ കോഫിഷ്യന്റ് ദാറ്റ് ഈസ് മൈനസിന്റെയും ടിയുടെയും, ദാറ്റ് ഈസ് ടിയുടെ കോഫിഷ്യന്റിന്റെ നെഗറ്റീവ് സൈൻ. ടിയുടെ കോഫിഷ്യന്റ് ആണ് മൈനസ് എസ്, അതിന് ഒരു നെഗറ്റീവ് ദാറ്റ് ഈസ് എസ്. അപ്പൊ ഇവിടെ കിടക്കുന്നതാണ് നമ്മൾ എസ് ആക്കി എഴുതുന്നത്. അപ്പൊ കറസ്പോണ്ട് ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ്, ഇവിടെ ഈ മൈനസ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല അല്ലെ? ടിയും എടുക്കുന്നില്ല, ബാക്കി ഭാഗമാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ അല്ലേ? ബാക്കിയൊക്കെ സെയിം ആണ്. ഈ എസിന്റെ സ്ഥാനത്ത് എസ് മൈനസ് എ വന്നു അല്ലെ? എപ്പോ? ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി കൊടുത്തപ്പോൾ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ പ്രൂഫ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം. നിങ്ങൾ വെറുതെ ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു 2t ടി എന്താ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു 3t ഇൻറ്റു ടി സ്ക്വയർ എഴുതാൻ പറ്റണം. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു 2t നെക്സ്റ്റ് ഇൻറ്റു കോസ് ടി എഴുതാൻ പറ്റണം, സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ എച്ച് 3t അല്ലേ? ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ എഴുതി നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ടേബിൾ വരയ്ക്കണം. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ എഴുതണം അല്ലേ? 1ന്റെ എന്താ? 1/s. ടിയുടെ നിങ്ങൾക്ക് അറിയണം എന്താണ്? ദാറ്റ് ഈസ് 1 divided by s square. ടി സ്ക്വയറിനെ നിങ്ങൾക്ക് അറിയണം എന്താണ്? 2 divided by s cube. ജനറൽ ടേം ടി റേസ് ടു എന്നിന്റെ നിങ്ങൾക്ക് അറിയണം അല്ലേ? n ഫാക്ടോറിയൽ divided by s power n plus 1. ഇ റേസ് ടു എ ടി നിങ്ങൾക്ക് അറിയണം എന്താ? 1 divided by s minus a. ഇ റേസ് ടു മൈനസ് എ ടി നിങ്ങൾക്ക് അറിയണം എന്താ? 1 divided by s plus a. സൈൻ എ ടി ആണെങ്കിൽ സൈൻ എ ടി നിങ്ങൾക്ക് അറിയണം ദാറ്റ് ഈസ് a divided by s square plus a square. നെക്സ്റ്റ് കോസ് എ ടി താഴെ എഴുതാം. കോസ് എ ടിയുടെ നിങ്ങൾ അറിയണം. കോസ് എ ടി എന്താ? ദാറ്റ് ഈസ് എസ് divided by s square plus a square. പിന്നെ നമ്മൾ പഠിച്ച ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്താണ്? സൈൻ എച്ച് എ ടി, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. a divided by s square minus a square അല്ലേ? അതുപോലെ തന്നെ കോസ് എച്ച് എ ടി നിങ്ങൾക്ക് അറിയണം എസ് divided by s square minus a square. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.